പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അപ്പനും മകനും അന്ധനാണെങ്കിലും ഇത്രയും അടയാളങ്ങളിലൂടെയാണ് അവർ ജീവിക്കണമെങ്കിലും ഇവർക്ക് ഒരു പ്രതിയോഗിയുണ്ട് ഇവരുടെ വീട്ടിൽ തന്നെ. അതെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരുവൻ്റെ ശത്രു, ഈശോ പറഞ്ഞിട്ടല്ലേ, ഒരുവൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. ഹല്ലേലൂയ, നന്ദി, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇയാളുടെ വൈഫ് ഇതിലൊന്നും വിശ്വസിക്കണില്ല. അത് ഇത്രയും അടയാളങ്ങളിലൂടെയാണ് അപ്പനും മകനും പോകണമെങ്കിലും ഇതിനെല്ലാം അവർ വെട്ടുപോത്തിനെ പോലെ വെട്ടു ഈ സംഭവം. ഇപ്പം ഇവരുടെ പ്രതിസന്ധി ഇവരുടെ വീടിനകത്ത് തന്നെയാണ്. ഇതിനെയും കൂടിയാണ് ഇയാൾ അതിജീവിക്കണമെന്ന് ഓർക്കണം. ഇതിനെയും കൂടിയാണ് ഇതിനെ അതിജീവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓർക്കും വൈഫിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം നിൻ്റെ വിശ്വാസത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന റെഗുലേറ്ററാണ് സംഭവം. നിൻ്റെ വിശ്വാസത്തിൻ്റെ ആക്കം അതെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഒരിക്കൽ ഇതുപോലെ ഇവന് അഡ്മിഷനൊക്കെ കിട്ടിയെങ്കിലും ഇവന് പെട്ടെന്ന് ഈ മകൻ അപ്പനോട് ഇവൻ്റെ സ്വരം കേൾക്കണില്ല. അപ്പൻ അപ്പോൾ 2 ദിവസമായിട്ട് ഇവൻ്റെ സ്വരം അധികം കേൾക്കണില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവൻ്റെ തൊണ്ടയിലൊരു മുഴ വന്ന് നോക്കിയോ. പാവത്തങ്ങൾ ഓരോ കടനം കഴിയുമ്പോൾ വേറെ അടുത്ത സാധനം വരികയും തൊണ്ടയിലൊരു മുഴ വന്ന കാരണം അപ്പനോട് മുഴയാണെന്ന് പറഞ്ഞാൽ അപ്പന് ഭയങ്കര സങ്കടമാകത്തില്ലേ. അപ്പനെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ അപ്പനോട് സംസാരിക്കണില്ല. ഇവന് സങ്കടമുണ്ട്, അപ്പനോട് സംസാരിക്കണില്ല. സംസാരിച്ച സംസാരത്തിൻ്റെ അകത്തൊക്കെ പെശകുണ്ട് ഈ മുഴ നിൽക്കണ കാരണം. അപ്പം അതുകൊണ്ട് അപ്പൻ അറിഞ്ഞ അപ്പൻ്റെ ഇരട്ടി വേദനയാകുന്നതുകൊണ്ട് അപ്പനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ കൺട്രോൾ ചെയ്തിങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ അപ്പൻ പിടിച്ച് അമ്മനെ എന്ത് പറ്റിയടാന്ന് ചോദിച്ചു. അത് പറഞ്ഞ് എൻ്റെ തൊണ്ടയിലൊരു മുഴയാണ് അപ്പാന്ന് പറഞ്ഞു. അപ്പോഴുടനെ എൻ്റെ അമ്മയെന്ന് വിളിച്ച് അപ്പൻ ഇങ്ങനെ തടഞ്ഞ് നോക്കിയപ്പോൾ മുഴയുണ്ട്. അപ്പനോടനെ എന്ത് ചെയ്യുന്നറിയാവോ, അമ്മയോടല്ല ഉടമ്പടി എടുത്ത ആദ്യത്തെ ഡോക്ടർ ആരാണ്? അമ്മയല്ലേ. അപ്പനുടനെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എടുത്തിട്ട് ഇവരെ മുഴയിൽ കുരിശിടും. അപ്പം അമ്മ അവിടെ നിന്നുകൊണ്ട് കമൻ്റ് അടിക്കും, ഈ ആഭാസ നാടകം കൊണ്ട് പരിപാടി നടക്കത്തില്ല, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പറയും. അമ്മ പറയണതാണ്. അവരിങ്ങനെ എരുതി നിൽക്കണേ. അപ്പം അപ്പനിങ്ങനെ കണ്ണ് കാണാതെ തൊണ്ട തപ്പിയെടുത്തിട്ട് ഈ ഉടമ്പടി തൈലം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുശിടുമ്പോൾ അമ്മ അറിയിക്കുന്നുണ്ട് ഈ ആഭാസ നാടകം കൊണ്ട് കാര്യം നടക്കുന്നത്, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പറയും. ആശുപത്രി കൊണ്ടുപോയി എവിടെ ചെന്ന് എത്തുമെന്ന് അറിയാൻ പറ്റില്ല. അത് അപ്പനെ അറിയാം, ഇതെവിടെയും കണ്ടാൽ പോകണമെന്ന് നമുക്കറിയത്തില്ല. അത് കാരണം അത് ഒന്നും അത്രയും സങ്കടപ്പെടാതെ കുരിശിട്ടിട്ട് പറയും നാളെ രാവിലെ ആകട്ടടി എന്ന് പറയും. നാളെ രാവിലെ ആകുമ്പോൾ കൊച്ചിനെ മുഴ കാണത്തില്ല. അപ്പൻ തപ്പി നോക്കുമ്പോൾ മുഴയില്ല. മുഴ ഉണ്ടാ മകനെ? ഇല്ലപ്പാ, എല്ലാം അമ്മ കളഞ്ഞെന്ന് പറയും. എന്നിട്ട് പറയും അവളെ വേദനിപ്പിക്കാതിരിക്കാൻ പറയുമ്പോഴേ വൈഫിനോട് ചോദിക്കും. അതാണ് സംഭവം. അവിടെ ശത്രുതയില്ല. വൈഫിനെ വേദനിപ്പിക്കാതിരിക്കാൻ പറയും, ഇടി എങ്ങനെയാണ് ഇനി ഞാൻ എന്താണ് ഇവനെയും കൊണ്ട് ആശുപത്രി പോയി എന്താണ് പറയേണ്ടത്? മുഴയില്ലല്ല. അപ്പോൾ അവർ മിണ്ടത്തില്ല. എന്താ കാര്യം? അവർക്ക് മനസ്സിലായി അമ്മ ഇടപെട്ടെന്ന്. ഇതാണ് വിശ്വാസ ജീവിതം എന്ന് പറയണത്. നിങ്ങളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഓരോ പാഠം കഴിയുമ്പോൾ നിങ്ങൾ ബലം പ്രാപിച്ചിരിക്കും. അതാണ് നമ്മൾ സങ്കീർത്തനം 89:17 വായിച്ചത്. ഒന്ന് വായിച്ചേ ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം. ഹല്ലേലൂയ. അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. അവർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്.
ദൈവകൃപ കൊണ്ട് ശക്തി, അതിന് ദിവിശ്വമാണ് ശക്തി. ഓരോ പ്രഭാതത്തിലും പുതിയ അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഈ റിനി പറയണത് ഭയങ്കര രസമാണ്. റിനി ഇതുപോലെ, റിനി കളമശ്ശേരിയിലെ റിനിയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് പറഞ്ഞത്, കൃപാസനത്തിൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളെ കുറഞ്ഞ വാക്കിൽ ഞാൻ പറയാം, ഇതൊരു പാലമാണ് നിത്യതയിലേക്കുള്ള എന്ന് പറഞ്ഞ റിനി എന്താ അങ്ങനെ പറയാൻ കാര്യം. പിന്നെ റിനി പറഞ്ഞൊരു വാക്കുണ്ട്. ഇവരുടെ വാക്കുകളെല്ലാം ഭയങ്കര ആഴമായ ധ്യാനങ്ങളുള്ള വാക്കുകളാണ്. പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധത്തിന് കൃപാസന ഉടമ്പടി വസ്തുക്കളെക്കുറിച്ചുള്ള പറയണത്, അത് യുദ്ധത്തിന് പോണ പട്ടാളക്കാരുടെ ആയുധം പോലെയാണ് എനിക്ക് ഉടമ്പടി വസ്തുക്കളെന്ന്. യുദ്ധത്തിന് പോണ പട്ടാളക്കാരുടെ ആയുധം പോലെയാണ് ഉടമ്പടി വസ്തുക്കൾ. അപ്പം ഞാനോർത്ത് ഇനി ഇവരെന്താ പറയാൻ പോണത്, ഇവർ ചുമ്മാ ഇങ്ങനെ അലങ്കാരികമായിട്ട് പറയണതാണ്, അല്ലെന്ന് പറയും. എന്നിട്ട് എന്ത് സംഭവം, ഇവർ പിന്നെ 6 കാര്യങ്ങൾ പറയും. അതിൽ ഒന്ന് എന്താ വെച്ചാൽ 30 വർഷത്തെ സ്കിൻ പ്രോബ്ലം ആയിരുന്നു. സ്കിൻ പ്രോബ്ലം ഈ റിനിക്ക് 30 വർഷമായിട്ട് നീണ്ടു നിന്ന സ്കിന്നിങ്ങനെ വരഞ്ഞ് പൊട്ടത്തില്ലേ, ആ രോഗം ഭയങ്കര ചൊറിച്ചിലും കടിയുമായിരിക്കും, ഒരു സമാധാനം കിട്ടത്തില്ല. അത് ഉടമ്പടി തൈലം ഉപ്പും കൂടി ചേർത്ത് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോൾ ആ പഴയ തൊലികളെല്ലാം വരണ്ട് ഉണങ്ങി വിണ്ടുകീറിയ ചൊറിച്ചിലുണ്ടാകുന്ന തൊലികളെല്ലാം മാറി അത് സുഖപ്പെട്ടു. പിന്നെ ഇനി പറയണത് 17 വർഷത്തെ PCOD രോഗം, അപ്പോൾ ഒക്കെ പിരീഡ്സ് ഉണ്ടാകത്തില്ല, പിന്നെ ശരീരം ചീർക്കൊക്കെ ചെയ്യും, പിന്നെ പല രോഗങ്ങളാണ്. അപ്പോൾ അത് ഉടമ്പടി തൈലം ഇവർ വയറ്റിൽ പെരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി. നിങ്ങളെന്താ ചെയ്യുന്നത്, ഈ റിനിയും അതുപോലെ തന്നെ സുധീർ കുമാറും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യണത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫീലിംഗ് ഇല്ലാത്ത കാരണം, നിങ്ങൾ തലയിൽ എണ്ണ കുളിക്കാൻ വേണ്ടി തേക്കണവർ തേച്ചിട്ടാണ്. അതാണ് പ്രശ്നം. ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ഉറങ്ങി വല്ലതൊക്കെ കാണിച്ച് കൂട്ടുമ്പോഴാണ് ഇവരെല്ലാം ഇത് ചെയ്യണത്. ആ ആപ്ലിക്കേഷൻ മോഡ് കറക്റ്റായിരിക്കും. അവരുടെ ദൈവ സാന്നിധ്യം മനസ്സിലോർത്ത് അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഉടമ്പടി തൈലമല്ല സുഖപ്പെടുന്നത്, അമ്മയുടെ മധ്യസ്ഥമാണ് സുഖപ്പെടുത്തുന്നുള്ള ബോധത്തിലാണ് അവർ ചെയ്യണത്. അപ്പോൾ 17 വർഷം ഉണ്ടായിട്ടുള്ള പീരീഡ്സ് ഇല്ലാത്ത ആളാണ് ഉടമ്പടി തൈലം പുരട്ടിയപ്പോൾ അപ്പം തന്നെ പീരീഡ്സായി. ഇപ്പം എനിക്ക് 28-ാം പക്കം ഒരു കുഴപ്പവുമില്ലാതെ പീരീഡ്സ് ഉണ്ട്. അവരുടെ സ്ത്രീ അനുഭവങ്ങളാണ്. സ്ത്രീകൾക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എന്ത് വലിയ കാരുണ്യമാണ് അത് ദൈവം അവരോട് ചെയ്തതെന്ന് ആ രോഗമുള്ളവർക്ക് മനസ്സിലാകും. പിന്നെ അടുത്തവർ പറയുന്നത് 17 വർഷം എനിക്ക് അസിഡിറ്റി ആയിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ബിസ്ക്കറ്റും കൊണ്ടാണ് പോണത്. എന്താ കാര്യത്തിൽ വയറ് അല്പം കഴിഞ്ഞാൽ അപ്പം തന്നെ പൊളിച്ച് തീട്ടാൻ തുടങ്ങും, ഛർദ്ദിക്കാൻ വരും, അസിഡിറ്റി കാരണം. അതും ഇപ്പം ഇല്ല. എനിക്കിപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കാം, വിശന്നുകൊണ്ട് ഞാൻ പണ്ടെനിക്ക് ഉപവസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉപവസിച്ചാലും പ്രശ്നങ്ങളില്ലേ. അപ്പോൾ ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. പിന്നെ ഒരു അനുഭവം കൂടി അവർ പറയുന്നുണ്ട്, അതായത് മൈഗ്രെയിൻ, ആക്സോയിൽ. ഞാൻ ഗൾഫിൽ നിന്ന് എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ എന്ത് വേനോട്ട് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട, എനിക്ക് ആക്സോയിൽ മതി എന്നാണ് ഞാൻ പറയണത്. ഈ കോടാലി തൈലൊന്നും സാധനമില്ലേ അവർ കൊണ്ടുവന്നെ. അപ്പോൾ അതിൻ്റെ കുപ്പികൾ ഇവിടെ വീട്ടിൽ കുറേ ഉണ്ട്. കാര്യം 17 വർഷമായിട്ട് മൈഗ്രെയിനാണ്, തലവേദനയാണ്. അപ്പോൾ അതും പെരട്ടിക്കൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഇതെല്ലാം അങ്ങ് എടുത്തു മാറ്റി. അത് ആ പശ്ചാത്തലത്തിലാണ് റിനി പറയണത്, യുദ്ധത്തിന് പോണ പട്ടാളക്കാരുടെ ആയുധങ്ങൾ പോലെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ. അനുഭവത്തിൽ നിന്നാണ് അവർ പറയണത്. പക്ഷെ അത് അനുഭവിക്കുമ്പോൾ, അത് പ്രയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കടുത്ത ദൈവസ്നേഹവും കടുത്ത പ്രത്യാശയും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ അകത്ത് നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒക്കെ ആകും. ദൈവത്തിന് ഫസ്റ്റ് റെഫറൻസ് കൊടുക്കണം. നിങ്ങൾ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ബോധിപ്പിച്ച് അവസാനം ഉച്ഛിഷ്ടമാണ് ദൈവത്തിന് കൊടുക്കണം. പല ആൾക്കാരും അളിയിലും വന്ന് നിരങ്ങിപ്പോയി, കൂട്ടുകാരും വന്ന് ഇറങ്ങിപ്പോയി, ഓരോരുത്തരുടെ അടിയതുരം കഴിഞ്ഞ് മകളും വന്ന് പ്രസവിച്ചു പോയി, എല്ലാം ഇങ്ങനെ എല്ലാവരും വന്നു പോയി കയറി ഇറങ്ങി കഴിഞ്ഞിട്ട് ഉടമ്പടി ചെയ്യാൻ ജീവിക്കുക. വി ക്യാൻ ഡു ഇറ്റ്.
മറിച്ച് ആരും വന്നില്ല, ആര് വന്നാലും പോയാലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ ആ വിശ്വാസം ആഘോഷിക്കും എന്ന് നിങ്ങൾ തീരുമാനമെടുത്ത ഉടമ്പടി നിന്ന് കത്താൻ തുടങ്ങും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഓരോ പ്രഭാതത്തിലുമുള്ള അവിടുത്തെ സ്നേഹം പുതിയതാണെന്നുള്ള വലിയ അറിവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ഓടി മാറി. പക്ഷേ എനിക്ക് ഈ മരം വീണപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മരത്തിൻ്റെ അടിയിൽ പെട്ടുപോയി. അതിൻ്റെ വലിയൊരു ശിഖരം എൻ്റെ തലയെ വന്ന് പതിച്ചു. പക്ഷേ എനിക്ക് അപ്പോഴൊക്കെ എൻ്റെ ഈ മാതാവ് കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ മാതാവ് എനിക്കൊന്നും വരുത്തൂല, എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ വീണു പോലുമില്ല. ആ മരത്തിൻ്റെ അടിയിൽ മുള്ളുള്ള മരമായതുകൊണ്ട് ഞാൻ കുടുങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ കൂട്ടുകാരത്തിയാണെങ്കിൽ അതിൽ നിന്നും തെന്നി താഴെ വീണു. കൂട്ടുകാരത്തിൻ്റെ ദേഹം മുഴുവനും അവിടെ ഇവിടെയെല്ലാം പൊട്ടി ചോര വാർന്നൊഴുകാനുണ്ടായി. അപ്പോഴും എനിക്ക് പറഞ്ഞു, മാതാവേ എനിക്കൊരു കുഴപ്പവും വരുത്തിയിട്ടില്ല, എൻ്റെ അമ്മ കൂടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പയ്യെ, അപ്പം ഞാൻ പച്ച ഡ്രസ്സൊക്കെ ഇട്ടത് കൊണ്ട് എന്നെ മരത്തിൻ്റെ ഇടയിൽ നിന്ന് ആരും കണ്ടില്ല. ഞാൻ മരത്തിലുള്ളത് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരത്തികൾക്കേ അറിയാൻ പാടുള്ളായിരുന്നു ഞാൻ ഈ മരത്തിൻ്റെ അടിയിലുള്ള കാര്യം. അപ്പം ആ പുള്ളിക്കാരത്തി എൻ്റെ പേരും ഞാൻ ആ പുള്ളിക്കാരത്തിയുടെ പേരും പറഞ്ഞപ്പോഴത്തേക്ക് ആളുകളെല്ലാം ഓടിക്കൂടി. മരം വീണ് എല്ലാവരും ഓർത്തു ആ മരത്തിൻ്റെ അടിയിൽ ഞാൻ പെട്ടുപോയിന്ന്. പക്ഷേ വലിയ ഒരു ശിഖരം വന്നെൻ്റെ തലയിൽ ഷോൾഡറിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കറിയില്ലായിരുന്നു. കൈയാണ് ഞാൻ താങ്ങി നിർത്തിയത്. അപ്പം ഞാൻ ഓർത്തു, മാതാവ് ഉള്ളത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് നടന്ന് ഞങ്ങളെ അവിടെ അടുത്തുള്ള ഫോർട്ട് വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു, എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കഴുത്തിന് പുറകിലൊരു പൊട്ടലും ഷോൾഡറിനൊരു ചതവും ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്കറിയില്ല എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുള്ളതായിട്ട്. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് ഒമിറ്റ് ചെയ്തു. അപ്പോൾ വേഗം തന്നെ ഇത് ഡോക്ടർ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കൂടെ നിന്നുള്ളൊരു ഓർത്ത് എനിക്ക് ഗ്യാസ് കയറിയിട്ടായിരിക്കുമെന്ന്. പക്ഷെ ആ ഛർദിൽ അമ്മ എനിക്ക് അതൊരു അനുഗ്രഹമാക്കിയതാണ്. എൻ്റെ അമ്മ കാവലുള്ളത് കൊണ്ടാണ് ആ ഡോക്ടർ എന്നെ കാണുന്നതും. അത് പെട്ടെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു, ആ പേഷ്യൻറ്റിനെ വേഗം തന്നെ. അപ്പോൾ അവിടെ ഡോക്ടർ ചോദിച്ചു, ആരാണ് അവിടെ ഛർദ്ദിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ആ മരം വീണ് വന്ന കൂട്ടത്തിലുള്ള ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എന്നെ വിളിച്ചു, അവിടെ നിന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മൈൽഡ് ഹെഞ്ചുറി ആണെന്ന് അവിടെ നിന്ന് പറയുകയും അപ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ കിടത്തി ആംബുലൻസിൽ കയറ്റി പെട്ടെന്ന് റിസൾട്ട് വന്നു. എടുപ്പിച്ചു കൊണ്ടുപോയപ്പോഴും ഞാൻ ഓർത്ത് എനിക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു മൈൻഡിൽ എനിക്ക് ആത്മധൈര്യം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ മാതാവ് എന്നോടൊപ്പം ഉണ്ട്. എനിക്കതിൽ ഒരു ഭയമേ തോന്നിയില്ല. അന്ന് എന്നോട് ഇതൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞാനും ചോദിച്ചു, എന്നെ എന്തിനാണ് ആംബുലൻസിൽ കൊണ്ടുപോകണത്, ഈ പൊട്ടലിനാണോ എന്നെ കൊണ്ടുപോകണതെന്ന്. അപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല. തല അനങ്ങരുത്, എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പെട്ടെന്നൊരു അവിടെയും അമ്മ ഇടപെട്ടു. സാമ്പത്തികമായി വളരെ കഷ്ടപ്പാടും 1 രൂപ പോലും ചികിത്സാ ചെലവും ഇല്ലാത്ത സമയത്ത് എൻ്റെ അമ്മമാത ഇടപെട്ട് എനിക്ക് ആ മരം വീണ സമയത്ത് അവിടെ കളക്ടർ സാന്നിധ്യത്തിലുണ്ടായത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഇടപെട്ട് എൻ്റെ ചികിത്സ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നടത്തി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഈ സ്കാൻ മൂലം ഒരു ഓപ്പറേഷൻ വേണം പെട്ടെന്ന്, അതുകൊണ്ട് ഞങ്ങൾ ICUയിലേക്ക് മാറ്റുകയാണെന്നും പറഞ്ഞു. അപ്പോഴും ഞാൻ ചോദിച്ചു, ചെറിയൊരു ബോധക്കേടിലൂടെ ഉണ്ടെങ്കിലും എന്നെ എന്തിനാണ് ICUയിലേക്ക് മാറ്റണമെന്ന്. അപ്പോൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അതൊന്ന് നോക്കാനാണെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞത് അവൾക്ക് എത്രയും പെട്ടെന്ന്
ഓപ്പറേഷൻ നടത്തണമെന്ന്. അന്ന് എൻ്റെ മോൻ പിന്നെ ചെന്ന് മാതാവിനോട് പറഞ്ഞു, അമ്മയ്ക്കൊരു കുഴപ്പവും വരുത്തരുതേ, ഞങ്ങൾ തന്നെ ഇത്രയും സാമ്പത്തിക പ്രശ്നത്തിലാണ്, ഞങ്ങൾക്ക് അമ്മ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആരുമില്ല അമ്മ എൻ്റെ അമ്മ മാതാവിനേക്ക് പ്രാർത്ഥിക്കണതല്ലേ, എൻ്റെ അമ്മയ്ക്ക് ഒന്നും വരുത്തരുതേന്ന്. പിറ്റേ ദിവസം ഞങ്ങൾ ചെല്ലുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒന്നും ഉണ്ടാകരുതെന്ന് വേണം അറിയാനെന്ന്. അപ്പം എൻ്റെ ഭർത്താവും പറഞ്ഞു, എൻ്റെ ഭർത്താവ്, ഞാൻ കൃപാസനത്തിലൊക്കെ എൻ്റെ ഭാര്യയുമായിട്ട് വന്നതല്ലേ മാതാവേ, എൻ്റെ ഭാര്യയ്ക്ക് ഒന്നുമില്ലെന്ന് അറിഞ്ഞാലേ ഞാനും ഇനി അമ്മ മാതാവിൻ്റെ അടുത്തോട്ട് വരുള്ളൂ എന്ന്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു, ഓപ്പറേഷനൊന്നും വേണ്ട, കുഴപ്പമൊന്നും കൂടാതെ ഇത് അത്ഭുതമാണ്, പിന്നെ ഓപ്പറേഷനൊന്നുമില്ലാതെ മരുന്നിലൂടെ സുഖപ്പെടുത്താമെന്ന് പറഞ്ഞു. ഈ ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ മാതാവും ഈശോയും തന്ന എനിക്കൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബവും അതോടൊപ്പം വിശ്വസിക്കുന്നു. ഞാൻ ബൈബിള് എനിക്ക് എൻ്റെ വീട്ടിലുള്ളതാണ്, എന്നാലും ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിള് മുടങ്ങാതെ വായിക്കും, കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്യും, കുട്ടികളുടെ അടുത്തൊക്കെ കുട്ടികളെ നോക്കണ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കും, മാനസികാരോഗ്യമുള്ള ആശുപത്രികളിൽ ചെല്ലും, അവിടെ ഭക്ഷണം കൊടുക്കും, അവരോടൊപ്പം ചെലവഴിക്കും, ഭക്ഷണങ്ങൾ മറ്റേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണങ്ങളെല്ലാം കൊണ്ടു കൊടുക്കും. ഞാൻ കുമ്പസാരം ഞാനൊരു ഹൈന്ദവയായതുകൊണ്ട് കുമ്പസാരിക്കാൻ പാടില്ലെന്നറിയാം. ഞാനപ്പോൾ അച്ഛൻ്റെ ടോക്കിലും ഇവിടെ സാക്ഷ്യം പറഞ്ഞവരിലൊക്കെ ഞാൻ കേട്ടിരുന്നു, കുമ്പസാരം എൻ്റെ പാപങ്ങളെല്ലാം ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചു. ഈ സമയങ്ങളിൽ എനിക്കത് സാധിച്ചു. ഒരു ടോക്ക് ഫുള്ള് കൂടാനായിട്ട് ഞാൻ ഒരുപാട് ബീച്ചിൽ അമ്മയോ നോക്കി ഞാൻ കരയുമായിരുന്നു, കടലിൽ. അമ്മേ, എനിക്കൊരു തികച്ചൊരു പ്രാർത്ഥന കൂടാൻ സാധിക്കില്ല ഈ സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ട്. ഞാൻ എന്തു ചെയ്യുമേ, ഇവിടെ വന്ന അച്ഛൻ്റെ ഒരു ടോക്ക് ഫുള്ളായിട്ടൊന്ന് സമാധാനമായിട്ട് കൂടണമെന്നെല്ലാം ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അതെല്ലാം അമ്മ എനിക്ക് ഈ ഒരു സഹനത്തിലൂടെ അമ്മ തന്നതാണെന്നും അത് സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിച്ചു എന്നും ഞാൻ എത്ര പറഞ്ഞാലും എനിക്ക് മതി വരാത്ത വിധം ഞാൻ പറയും. കാരണം ഇതെൻ്റെ കുടുംബ വിശുദ്ധീകരണം. ഇത്രയും നാളെനിക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ വീട്ടുകാരെന്നോടൊപ്പം എന്ത് പ്രശ്നങ്ങൾ പറയുമെങ്കിലും കടത്തിൻ്റെ എന്ത് പ്രശ്നങ്ങളും സാമ്പത്തികമായി പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല എന്ന എല്ലാം എന്നോടൊപ്പം ഉണ്ട്, എല്ലാം ഞാൻ കൈകാര്യം ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രതിസന്ധി എനിക്ക് തന്നതിലൂടെ എൻ്റെ വീട് വിശുദ്ധീകരിക്കാനും എനിക്ക് സാധിച്ചു. അത്യാവശ്യം എൻ്റെ ഭർത്താവ് മദ്യപിക്കുമായിരുന്നു. അതും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ഭർത്താവിന് മദ്യം കുടിക്കാനുള്ളത് പോലും ചെയ്യാനായിട്ടുള്ള ഇത് കുറഞ്ഞു. ഞാൻ ഉപ്പ് വെള്ളത്തിൽ കലക്കി വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഞാൻ കൊടുക്കും. അതെൻ്റെ കുടുംബ വിശുദ്ധീകരണത്തിന്, എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ജീവിക്കണമെന്ന് എൻ്റെ ഉറച്ച ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തെ ഇത്രയധികം അനുഗ്രഹിച്ചു തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. യേശുവേ നന്ദി, മാതാവേ നന്ദി. എൻ്റെ പേര് ഐറിൻ മരിയ. ഞാൻ വരുന്നത് കണ്ണൂർ. എൻ്റെ ഇടവക ചെമ്മന്തൊട്ടി ഇടവകയാണ്. എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. അമ്മ ഉടമ്പടി എടുത്തത് 11/5/2022 ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. ഞാൻ എൻ്റെ നേഴ്സിംഗ് പ്രൊഫഷൻ സ്റ്റഡിങ് പീരീഡ് കംപ്ലീറ്റ് ചെയ്തത് 2021 ആ സമയം എന്ന് പറയുന്നത് കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് ഞങ്ങളുടെ കോഴ്സ് എൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് താമസിച്ചു. അപ്പം ആ കോഴ്സ് പഠിക്കുന്നവരെ, അതായത് ഞാൻ നേഴ്സിങ്ങിലേക്ക് ചേരുന്നവരെ എൻ്റെ മനസ്സിൽ ചേർന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും OET എന്നൊരു സ്വപ്നം എനിക്ക് ഉണ്ടായിരുന്നില്ല. നേഴ്സിംഗ് പഠിക്കണം, നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് 2 വർഷം എവിടെയെങ്കിലും ജോലി ചെയ്യണം കേരളത്തിൻ്റെ പുറത്ത്. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലെയല്ല നമ്മൾ ജോലി ചെയ്യുമ്പം കുറേ കാര്യങ്ങൾ നമുക്ക് അത് കഴിഞ്ഞിട്ടും പഠിക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയാണ്. ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഞാൻ OET എനിക്ക് വേണം, അല്ലെങ്കിൽ OET എൻ്റെ ഒരു സ്വപ്നമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ടിൽ 4 ഇയേഴ്സ് വരെ ഞാനത് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ 2021 ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്
എൻ്റെ ഫ്രണ്ട്സാണ് ഇങ്ങനൊരു ഓപ്ഷൻ വെച്ചത്, എന്തുകൊണ്ട് നമുക്ക് OET നോക്കിക്കൂടാ എന്നുള്ളത്. അപ്പം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി തീരുമാനമെടുത്തു, എന്നാൽ നമുക്ക് OET പഠിക്കാം, OET പഠിച്ചിട്ട് OET ഒന്ന് അപ്പിയർ ചെയ്ത് നോക്കാം, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നൊരിതിലാണ് ഞങ്ങൾ OETയിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ ഞാൻ നവംബർ 2021 OET എഴുതാൻ തീരുമാനിച്ച് ഡേറ്റ് എടുത്തു. അപ്പം അതിനു മുന്നേ ഞാൻ ഓൺലൈനായിട്ടാണ് ക്ലാസ് കൂടിയത്. കോഴിക്കോടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ ക്ലാസ്സിന് കൂടിയത്. 1 മന്ത് ഓൺലൈനായിട്ടും 1 മന്ത് ഓഫ്ലൈനായിട്ടാണ് ഞങ്ങൾ പഠിച്ചത്. ഓഫ്ലൈനായിട്ട് അവിടെ നിന്ന് പഠിച്ചു. അവിടെ നിന്ന് പഠിക്കുന്ന സമയത്താണെങ്കിലും പ്രാർത്ഥന അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, പള്ളിപ്പോക്ക് അങ്ങനെയില്ല, സന്ധ്യപ്രാർത്ഥനയൊന്നും ഇടയ്ക്കിടയ്ക്ക് ചെല്ലും. ഞങ്ങൾക്ക് എന്തെങ്കിലും ക്ഷീണമൊക്കെ ആണെങ്കിൽ ചെല്ലാറേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സെൽഫ് പ്രെയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സെൽഫ് പ്രെയർ കുറച്ച് നേരം ഒരു ബൈബിളിൻ്റെ അധ്യായം വായിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മാതാവിൽ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ നഴ്സിങ്ങിന് ചെന്നപ്പോഴാണ്, ഞാൻ പഠിച്ചതൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്, കണ്ണൂർ തന്നെയുള്ള ചെറുകുന്നിൽ. അവിടെ ചെന്നിട്ടാണ് മാതാവുമായിട്ട് ഞാൻ കൂടുതൽ അടുത്തത്. എന്നാലും ആ പഠിത്തം കഴിഞ്ഞപ്പം അതിനൊരു ഫുൾ സ്റ്റോപ്പ് പോലെ ആയായിരുന്നു. പിന്നെ യേശു നാമത്തിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. യേശു നാമത്തിൽ ചോദിക്കുന്ന, നമുക്കായി മരിച്ച യേശു നാമത്തിൽ, യേശു ചിന്തിയ രക്തത്തിൽ നാം ചോദിക്കുന്ന എന്തും നമുക്ക് കിട്ടുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് ഈ എക്സാം എഴുതുമ്പം അതൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രയും കാലം പഠിച്ചു, സോ എൻ്റെ ഒരു അതായത് എൻ്റെ ഒരു കോൺഫിഡൻസിൽ എനിക്ക് കിട്ടും എന്നൊരിത്, എനിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും എന്നൊരു ഇതിലാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പൊന്നും ഒരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്തില്ല. പഠിക്കുക, എൻ്റെ സൈഡിൽ നിന്നുള്ളത് പഠിച്ചു, ആ ഇതിൽ പോയി. പ്രാർത്ഥന അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്തും എൻ്റെ വീട്ടിൽ നിന്ന് പറയും, അമ്മ പറയും കുറച്ച് പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് അതെൻ്റെ ചെവി കയറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ എഴുതി എക്സാം നവംബർ 2021 എക്സാം എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം ആസ് യൂഷ്വൽ കിട്ടിയില്ല എനിക്ക് OET. എൻ്റെ കൂടെയുള്ള 3 പേർക്ക് OET കിട്ടി, അവർ പാസ്സായി. അപ്പം അതെനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ കൂടെ കിട്ടിയവർക്കല്ല, കാരണം OET ഒരു വട്ടം എഴുതുന്നതിന് പൈസ എന്ന് പറയുന്നത് 35,000 ആണ്. അത് സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾക്ക്, ഒരു അപ്പൻ്റെ മോൾ എന്ന രീതിയിൽ എനിക്ക് പിന്നെ അത് ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു OET എനിക്ക് പറ്റത്തില്ല, എന്നെക്കൊണ്ട് നടക്കത്തില്ല. ഒരു സ്പീക്കിംഗ് ആണെങ്കിലും റീഡിങ് ആണെങ്കിലും എന്നെക്കൊണ്ട് നടക്കുകയില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി OET എഴുതത്തില്ല, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ OET എഴുതത്തില്ല, എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്നുള്ളത് ഞാൻ വീട്ടിൽ തർപ്പിച്ചു പറഞ്ഞു. അപ്പം വീട്ടിൽ അവർ പറഞ്ഞു, ഒന്നുകൂടെ എഴുതിയാൽ കിട്ടും. എനിക്ക് ക്ലബിംഗ് സ്കോറിൽ എനിക്കുണ്ടായിരുന്ന സ്കോർ എന്ന് പറയുന്നത് ഒരു Bയും 3 C+ ആയിരുന്നു ഫസ്റ്റ് ടൈം എഴുതിയപ്പം. അതിലൊന്നും ഞാൻ ചെവി കൊണ്ടില്ല, കാരണം അതെനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷനിലേക്കായിരുന്നു. പിന്നെ ഇത്രയും പൈസ മുടക്കിയിട്ട് പിന്നെ എഴുതി പോവുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ചിലപ്പം ഒട്ടും സഹിക്കാൻ പറ്റാതായിപ്പോവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ എഴുതുന്നില്ല, ഞാൻ കേരളത്തിൻ്റെ പുറത്ത് പോയിട്ട് എക്സ്പീരിയൻസ് ആക്കി 2 ഇയർ ആക്കിയിട്ട് ഗൾഫ് കൺട്രീസ് ആ ഇതിൽ പോകാമെന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത്. അപ്പം ഞാൻ തീർത്തും പറഞ്ഞു ഞാൻ എഴുതേയില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മാതാവ് നിന്നെയും കൊണ്ട് എഴുതിക്കൂ എന്ന് പറഞ്ഞു എന്നോട്. അത് ഞാനപ്പം അധികം ഇതൊന്നും കൊടുത്തില്ല. അത് എൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ഡൽഹിക്ക് പോയി. ഞാൻ ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ അവിടെ വൺ ഓഫ് ദി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ഞാൻ പോയത്. അവിടെ ചെന്നു. ഞാൻ പോയത് 13th December 2021 അതായത് OET എഴുതി കഴിഞ്ഞ് നവംബറിൽ എഴുതി ഞാൻ ഡിസംബറിൽ തന്നെ ഡൽഹിക്ക് പോയി.
ഡൽഹിക്ക് ഞങ്ങൾ അവിടെ ചെന്ന് എനിക്ക് കിട്ടിയ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞത് മെഡിക്കൽ ICU ആണ്. ആസ് എ ഫ്രഷർ, അതായത് പഠിച്ചിറങ്ങിയ ഒരാൾക്കെന്ന് പറയുമ്പോൾ നേരെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അത്രയും സിക്ക് പേഷ്യൻസ് ആയിരിക്കും. പിന്നെ ഞാൻ പഠിച്ചതും, അതായത് ഞാൻ പഠിച്ച സാധാരണ ഒരു കോളേജാണ്. അപ്പം യൂസ് ചെയ്യുന്ന ടെക്നിക്സും കാര്യങ്ങളും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറി. ഡിപ്രഷനായി. വീട്ടിലെന്നും വിളിച്ചിട്ട് കരയാൻ തുടങ്ങി. അമ്മയോട് പറയാൻ തുടങ്ങി, ഞാൻ നിർത്തിയിട്ട് പോരുവാ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി അതെങ്ങനെ പറ്റുക, എന്തായാലും പോയില്ലേ, ഒരു വർഷം എങ്ങനെയെങ്കിലും നിൽക്കാൻ പറഞ്ഞു. ഇപ്പം എല്ലാ ദിവസവും വിളിച്ച് കരച്ചിൽ തന്നെ ആയപ്പം വീട്ടിലും വിഷമായി, എന്നാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ കൂട്ടുകാർ, ഫ്രണ്ട്സ് വഴിയാണ് അമ്മ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും കൃപാസനത്തിൽ വരുന്നതും അങ്ങനെ ഉടമ്പടി എടുക്കുന്നതും. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തപ്പം അമ്മ ആദ്യം വെച്ച നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മനസ്സ് മാറ്റണം, ഞാൻ OET എഴുതണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തണം എന്നായിരുന്നു അമ്മയുടെ ആദ്യത്തെ ഉടമ്പടി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ കൃപാസനത്തിൽ പോയിട്ടുണ്ട്, ഞാൻ പോയി ഉടമ്പടി എടുത്തു, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിന്നെയും കൊണ്ട് OET എഴുതിപ്പിക്കണം എന്നാണ് ഞാൻ മാതാവിനോട് പറഞ്ഞേക്കുന്നതെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ അമ്മ എനിക്ക് പ്രതീക്ഷയുടെ പ്രാർത്ഥന